ജീവ, എനിക്ക് വേദനിക്കുന്നു. ചിരിക്കേ. എനിക്ക് ശരിക്കും വേദനിച്ചു. സ്നേഹത്തിന്റെ വേദന അല്പനേരത്തേക്കുണ്ടാവും. അത് കഴിയുമ്പോൾ എന്നും എന്നും ഓർമ്മിക്കാനുള്ള മധുരമായിട്ടത് മാറും. ഞാൻ പോട്ടെ. ഇനി എനിക്ക് ബോറടിക്കില്ല. പോട്ടെ. മനുവിനെ നീ വിളിച്ചു വരുത്തിയതാ. അപ്പം അവനിൽ എന്തോ അട്രാക്ഷൻ നിനക്കുണ്ട്. നിനക്ക് ചെയ്യാനുള്ളത് നീ ചെയ്യ്. പകരം എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അയാളെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞാ അത് വിട്ടുകളഞ്ഞേക്കേ. അങ്ങനെ ഒരുത്തനെ കൊണ്ടല്ലോ സിനിമാ ലോകം നിലനിൽക്കുന്നത്. എക്സ്ക്യൂസ് മീ സർ. വർഗീസേ, മരം കുലിക്ക് പണം നിലത്തിട്ടിട്ട് അതുകൊണ്ട് സിനിമാക്കാരനായവനല്ല ഞാൻ. കുറച്ച് കഷ്ടപ്പെട്ട് തന്നെയാ PKG ഈ നിലയിലെത്തിയത്. ഞാൻ മുന്നോട്ട് നീന്തുമ്പോൾ എന്നെ പുറകിലാക്കാൻ വേണ്ടി ഒരുപാട് പേര് നീന്തി വന്നിട്ടുണ്ട്. എനിക്ക് പുറകെ 2ാം സ്ഥാനത്ത് എത്തിയില്ല എന്ന് മാത്രമല്ല, അതേ കയത്തിൽ ചവിട്ടി താഴ്ത്താനും PKGക്ക് പറ്റിയിട്ടുണ്ട്. ഭീഷണി ആരുടെ ഭാഗത്തായാലും അത് ഞാൻ നേരിടും. നേരിടുന്നവൻ പിന്നെ ഇവിടെ ഉണ്ടാകില്ല എന്ന് മാത്രം. എടാ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. ആ, എന്താ സർ? സാറിന് ആളെ മനസ്സിലായില്ലേ? നമ്മളൊരു ദിവസം കവിതയുടെ കാര്യത്തിന് പോയിരുന്നില്ലേ? ഓ, ഹരി അല്ലേ? എന്റെ പൊന്നു ഹരി, നിത്യേന 100 കണക്കിന് ആൾക്കാരെങ്ങനെ പരിചയപ്പെടുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാ എന്താന്നൊക്കെ എനിക്ക് തിരിഞ്ഞു വരാൻ അല്പസമയം എടുക്കും. ഹരി എന്താ വന്നേ? അവസാനം നമ്മൾ പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ തീരുമാനിച്ചല്ലേ? സാറ് വീണ ഏൽപ്പിച്ച പണമാ. ഞാൻ എൻ്റെ തീരുമാനം പറഞ്ഞതിന് ശേഷം വീണ ഒരു ബുദ്ധിയില്ലായ്മ കാണിച്ചു. ക്ഷമിക്കണം. ഈ പണം എടുത്തിട്ട് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം. ഹരി, വാതിൽക്കൽ വന്ന മഹാലക്ഷ്മിയാണ് നിങ്ങൾ ഇടങ്കാലം കൊണ്ട് തൊഴിച്ച് പുറത്തിറക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് പശ്ചാത്തപിക്കേണ്ടി വരും. ഇല്ല സർ, ഇക്കാര്യത്തിൽ എനിക്ക് ഒരു പശ്ചാത്താപവും ഉണ്ടാവില്ല. കാരണം നിങ്ങൾ വന്നപ്പോഴും ഇപ്പോഴും എനിക്ക് ഒരു തീരുമാനമേ ഉള്ളൂ. വീണ സിനിമയിൽ ഒരു വേഷം ചോദിച്ചു. ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് കൊടുക്കുന്ന വേഷമല്ല ഡയറക്ടർ വീണയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്. സിനിമയിലെ മർമ്മപ്രധാനമായ ക്യാരക്ടറാണ്. എങ്ങനെ നോക്കിയാൽ ഹരിക്ക് ലാഭമാണ്. സർ, വീണ പ്രഗ്നന്റ് ആണ്. അവളുടെ ആഗ്രഹങ്ങളെക്കാളും വലുതാ ഇപ്പോ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ഭാവി. സോ പ്ലീസ്, ഞാൻ പോകുന്നു. ആ, പോവാൻ വരട്ടെ. ഡോ, ആ എഗ്രിമെന്റ് എടുക്കും. ഒപ്പിടാൻ ഞാൻ ഏൽപ്പിച്ച അഗ്രിമെന്റ് ഹരി കീറിക്കളഞ്ഞു. പക്ഷേ ഇത് വീണ എനിക്ക് ഒപ്പിട്ടെന്ന അഗ്രിമെന്റാ. എന്തിന്? ഹരിയുടെ കവിതയുടെ റൈറ്റ്സ് എനിക്ക് വാങ്ങിത്തരാമെന്നും
എന്റെ പടത്തിൽ അഭിനയിക്കാമെന്നുമുള്ള വീണയുടെ എഗ്രിമെന്റ്. എല്ലാം അവസാനിപ്പിച്ച് ഹരി പോകുമ്പോ ഞാൻ ഇതെന്താ ചെയ്യേണ്ടത്? ഇനി അത് എന്ത് ചെയ്യാനാ? കീറിക്കളഞ്ഞേക്കൂ. ഹരി നല്ലൊരു കർഷകനാ. പാടത്ത് വിത്തിട്ടിട്ട് അതെല്ലാം മുളച്ച് നല്ല രീതിയിൽ വളർന്നു വരുമ്പോ ആരെങ്കിലും ഒരാൾ വന്ന് ഒരു ദിവസം അത് വെട്ടിക്കളയാൻ പറഞ്ഞ ഹരി കേൾക്കോ? ഇല്ല. എന്താ കാരണം? വിത്തിട്ടത് ഹരിയാണ്, വെള്ളമൊഴിച്ചതും ഹരിയാണ്. അപ്പോ പിന്നെ അത് കൊയ്താലല്ലേ ഹരിക്ക് സമാധാനം കിട്ടൂ? അതുപോലെ തന്നെയാണോ എനിക്കും. ഞാനൊരു കാര്യം തീരുമാനിച്ചാല് അതിന് വിത്തിട്ടിട്ടുണ്ടെങ്കിൽ അത് കൊയ്തിട്ട് അടങ്ങൂ. കാര്യങ്ങളൊക്കെ ഈ നിലക്ക് അവസാനിപ്പിച്ച് തിരിച്ചു പോകാനാണ് പ്ലാനെങ്കിൽ തന്റെ ഭാര്യ ഉണ്ടല്ലോ വീണ, അവളെ ഞാൻ കോടതി കൊണ്ടുപോയി നിർത്തും. ക്യാമറയ്ക്ക് മുന്നിൽ ഭാര്യയെ കൊണ്ടുവന്ന് നിർത്താൻ പേടിക്കുന്ന താൻ കോടതി മുറിയിൽ വന്ന് അവൾ ഒരുങ്ങുന്നത് കാണേണ്ടി വരും. സാറേ, ഇനി ഇതിലൊരു തർക്കം പറയരുത്. അവളുടെ ഒരു മണ്ടത്തരത്തിന് എനിക്ക് വില വേണം, എനിക്ക് ലാഭം വേണം. ഒരു കാര്യം ചെയ്യും, വീണ ഒപ്പിട്ട ഈ അഗ്രിമെന്റ് കോടതിയിൽ എത്താതിരിക്കണമെങ്കിൽ ഒരു 15 ലക്ഷം രൂപ ഇങ്ങു തന്നു. 15 ലക്ഷം? എനിക്കുണ്ടായ മാനക്കേടിന് തൽക്കാലം ഞാനിട്ട വിലയേത്. അതും 3 ദിവസത്തിനുള്ളിൽ തനിക്ക് നഷ്ടപരിഹാരം തരാൻ പറ്റുമെങ്കിൽ മാത്രം. അല്ലാതെ കോടതിയിലേക്ക് പോയാ ഞാൻ കടുപ്പിക്കും. എന്നെക്കുറിച്ച് നന്നായിട്ട് അറിയണമെങ്കിൽ ഞാൻ നിൽക്കുന്ന ഇൻഡസ്ട്രിയിൽ ഞാൻ ആരാണെന്ന് ആരോടെങ്കിലും ചോദിച്ചു നോക്കിയാൽ മതി. ഇനി താൻ പോയിക്കോ. സാർ കേസുമായിട്ട് മുന്നോട്ട് പോരുത്. സാർ ചോദിച്ച നഷ്ടപരിഹാരം എങ്ങനെയെങ്കിലും ഞാൻ ഉണ്ടാക്കി തരാം. ഉണ്ടാക്കിയ തനിക്ക് കൊള്ളാം. അപ്പൊ പിന്നെ നമ്മൾ തമ്മിൽ ചർച്ചയില്ല. എന്നാലും ഞാൻ ഇപ്പോഴൊരു ഓഫർ വെക്കുന്നുണ്ട്. ഒന്നുകിൽ ഹരിക്കും വീണയ്ക്കും ഇതൊരു അവസരമായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പിന്നെ ഞാൻ പറയുന്ന നഷ്ടപരിഹാരം തരാം. ശരി സാർ, ഞാനത് തന്നിരിക്കും. സാർ കലക്കിക്കളഞ്ഞല്ലോ. ഇവനൊക്കെ എങ്ങോട്ട് പോകാനാടോ? നമ്മളൊരു വട്ടം വരച്ച് അതിൽ കയറി നിൽക്കാൻ പറഞ്ഞ അയാൾ നിന്നിരിക്കും. നിങ്ങൾ എന്തേ കാണിക്കുന്നേ? താൻ എന്തിനാ ഈ വണ്ടി കയറിയിരിക്കുന്നേ? ഇറങ്ങിയോട്ട്. ഇത് തന്റെ ബൈക്കാണോ? അതെ. തെറ്റിപ്പോയതാന്ന് നമ്പറൊന്നും വേണ്ട. മര്യാദയ്ക്ക് അങ്ങോട്ട് മാറിക്കിടോ. മര്യാദ നിനക്കും വേണ്ടേ? എന്ത് മര്യാദ? കണ്ടവന്റെ വണ്ടി മോട്ടിക്കാൻ ഇറങ്ങിയിട്ട് നിന്ന് ന്യായം പറയുന്നു. കയ്യിലോടോ. തന്നോട് ഞാൻ പറഞ്ഞു. ഹലോ, എന്താ പ്രശ്നം? അവന്മാരെ ബൈക്ക് അടിച്ചു മാറ്റാനുള്ള ഉദ്ദേശമായിരുന്നു. അതിനു മുമ്പ് ഞാൻ കണ്ടോണ്ട് വന്നു. എന്നിട്ട് ഈ ചേട്ടന്മാര് ന്യായം പറയാ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. മനു പോലീസിനെ വിളിക്കും, അല്ലെങ്കിൽ ഞാൻ വിളിക്കാം. പോലീസിനെ വിളിച്ചു വരുത്തിയാലും ബൈക്ക് ഞങ്ങൾ കൊണ്ടുപോകും. പട്ടാപ്പകല് മോഷ്ടിക്കാൻ ഇറങ്ങിയിട്ട് നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നോടാ. അതെ, വണ്ടിക്ക് സിസി എടുത്താലേ അത് കൃത്യസമയത്ത് തിരിച്ചടയ്ക്കണം, അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാവും. CC അടക്കാൻ വേണ്ടി പല തവണ പറഞ്ഞു. ഒഴിവ് കഴിവ് പറഞ്ഞല്ലാതെ അടച്ചില്ലല്ലോ. വണ്ടി പിടിച്ചെടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് നിർദ്ദേശം കിട്ടി. അതുകൊണ്ട് വണ്ടി ഞങ്ങൾ കൊണ്ടുപോവാം. ഇനി ഞങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകാലോ? സോറി ചേട്ടാ, എനിക്ക് മനസ്സിലായില്ല. CC വീഴ്ചയുണ്ട്. പക്ഷെ ഞാനത് അടുത്ത മാസം തന്നെ ക്ലിയർ ചെയ്യാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്യണം. തനിക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് ഓഫീസിൽ വന്ന് സംസാരിച്ചോ. പ്ലീസ് ചേട്ടാ, വണ്ടി എനിക്ക് അത്യാവശ്യമാണ്. അടുത്ത മാസം ഞാൻ എല്ലാ ഡ്യൂസും ക്ലിയർ ചെയ്തോളാം. പ്ലീസ്. രാജേഷേ, നീ വണ്ടി എടുക്ക്. ഇതൊന്നും കേട്ടിരിക്കാനുള്ള നേരമില്ല നമുക്ക്. നമുക്ക് പോയേക്കാം, വാ. പ്ലീസ്, നിങ്ങൾ അങ്ങനെ നിർബന്ധം കാണിക്കാതെ.
അടുത്ത മാസം ക്ലിയർ ചെയ്യാന്ന് മനു പറയുന്നുണ്ടല്ലോ. ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഗോഡൌണിൽ ഉണ്ടാവല്ലോ, പിന്നെന്താ പ്രശ്നം? നീ വണ്ടി എടുക്കുക രാജേഷേ. പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. വണ്ടി കൊണ്ടുപോകരുത്. അനിയ, ഞങ്ങൾക്കിതിലൊരു പ്രശ്നമില്ല. അവിടെ ഇരിക്കട്ടെ. മനുവിന് സങ്കടമായില്ലേ? ബൈക്കിന്റെ കാര്യം മാത്രമല്ല, നിത്യേന ഞാൻ ഉപയോഗിക്കുന്ന ഒരു ചീപ്പ് പോലും എൻ്റെ കയ്യിൽ നിന്ന് പോയാൽ എനിക്ക് ഭയങ്കര സങ്കടം. പിന്നെ ദരിദ്രവാസികൾക്ക് ഒരുപാട് ആദർശം പാടില്ലല്ലോ. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു കാര്യം നടന്നെന്ന് കരുതി സ്വയം കുറച്ച് കാണുമൊന്നും വേണ്ട. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സൊസൈറ്റിയിൽ എപ്പോഴും ആദ്യത്തെ പരിഗണന പണത്തിന് തന്നെയാണ് ജ്യോതി. ഇപ്പോൾ കാശില്ലാത്തതുകൊണ്ട് ഞാൻ വഴിയിൽ അപമാനിക്കപ്പെട്ടു. ഇനി കുറച്ച് നാളത്തേക്ക് ഞാൻ നടന്നുകൊണ്ട് വരും. തൊട്ടടുത്ത ദിവസം ലാപ്ടോപ്പ് വാങ്ങിക്കാവുന്ന ചിന്ത ഒന്ന് മാറ്റിവെക്കേണ്ടി വരും. പണം തന്നെയാ മുഖ്യം, അല്ലാത്തതൊക്കെ ചുമ്മാ ഒരു പറച്ചില. ഞാൻ പോട്ടോ. താനിത് ആരോടും പറയാനൊന്നും നിൽക്കണ്ട, നാണക്കേടാ. ഹരി, കാർ അങ്ങനെ നീ സ്ഥിരം ഉപയോഗിക്കാറില്ല. പക്ഷെ സ്കൂട്ടർ അങ്ങനെ അല്ലല്ലോ. അത് നിന്റെ കൂടപ്പിറപ്പ് പോലല്ലേ. അതെന്തിനാടാ കൊടുക്കുന്നേ? പോട്ടടാ, കടങ്ങളൊക്കെ വീട്ടണം. അതിനേക്കാളും വലിയ മനസ്സമാധാനം വേറൊന്നുമില്ലല്ലോ. ഹരി, എന്റെ മോള് കാണിച്ച അബദ്ധമാ. അത് തിരുത്തേണ്ടത് നീയല്ലല്ലോ, ഞാനല്ലേ. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് വീടിന്റെ ആധാരം പണയം വെച്ച് കുറച്ച് പണം ലോൺ എടുക്കാം. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചല്ലേ അമ്മാവ. അതൊക്കെ അങ്ങ് വിട്ടേക്ക് അമ്മാവ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമുക്ക് ഒരു തവണ കൂടി ആ സിനിമാക്കാരുടെ ഓഫീസ് വരെ പോവാം. അവര് നഷ്ടപരിഹാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നീ തലയാട്ടി ഇങ്ങ് പോകുന്നല്ലേ ഉള്ളൂ. എന്ത് കാര്യത്തിനും ഒരു മര്യാദയില്ലേ? ഒന്നുപോയി സംസാരിച്ചാൽ അയാൾ വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ? വിട്ടുവീഴ്ചയൊന്നും ചെയ്യില്ല. അയാൾ വാശിയില്ല. പിന്നെ നമ്മളിപ്പോൾ തർക്കിച്ചാൽ എന്താ സംഭവിക്കുക? അവർ കോടതിയിൽ കേസ് ഫയൽ ചെയ്യും. പിന്നെ നമ്മൾ വീണയും കൂടെ കോടതി കൊണ്ട് ചെല്ലണ്ടേ? ഇനിയിപ്പോൾ കോടതി ചെന്ന് നിന്നാലും വീണ നമ്മുടെ ഭാഗത്തായിരിക്കും എന്താ ഉറപ്പ്? അവളെ തല്ലി കൊന്നിട്ടായാലും അവളെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചോളാം. അമ്മാവ, ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്തതേ നമ്മുടെ കുടുംബത്തിന്റെ സമാധാനം നിലനിർത്താൻ വേണ്ടിയാ. സമാധാനം പോലും ഈ കുടുംബത്തില. ഹരി, രണ്ടിനും കൂടി ഞാൻ പറഞ്ഞ വില നടക്കൂ. വേറൊന്നും ചെയ്യാൻ നിവർത്തിയില്ല. അത് കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞാൽ മതി. സുധിയേട്ടാ, ഒരവസരം കിട്ടിയപ്പോൾ അതങ്ങ് മുതലാക്കരുത്. ഇല്ല വേണു, കാര്യം ഏൽപ്പിച്ചപ്പോൾ ഞാൻ ഹരിയോട് പറഞ്ഞിരുന്നു, മാർക്കറ്റ് വില എന്താന്ന് വെച്ചാ അതിനേക്കാൾ അല്പം കൂടുതൽ കൊടുക്കാമെന്ന്. ഇപ്പൊ തരുന്നതും അങ്ങനെ തന്നെ. നിത്യേന പുതിയ വണ്ടികൾ ഇറങ്ങുന്നതുകൊണ്ട് പഴയ വണ്ടികൾക്ക് മാർക്കറ്റില്ല. രജിസ്ട്രേഷന്റെ പേപ്പറൊക്കെ നാളെ ഞാൻ ഒപ്പിട്ട് വാങ്ങിക്കോളാം. ഹരി, ഇപ്പോൾ ഇത് പിടിക്കേ.
ശരി ജോൺസാ, നീ വണ്ടി എടുക്ക്. സുധീഷേട്ടാ, വണ്ടി ആർക്കെങ്കിലും കച്ചവടമാക്കുന്നതിന് മുമ്പ് എന്നെ ഒന്ന് വിളിക്കണം. അപ്പോഴേക്കും എൻ്റെ അവസ്ഥ മാറിയിട്ടുണ്ടെങ്കിൽ എനിക്കിത് തിരിച്ചെടുക്കാമല്ലോ. എനിക്ക് പറ്റിയ ഞാനിത് തിരിച്ചെടുക്കാം, ചേട്ടൻ്റെ ലാഭം തന്നിട്ട്. അല്ലെങ്കിൽ പോട്ടെ. ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. ഞാൻ ഹരിയെ വിളിക്കാം. ഞാൻ വിളിച്ചിട്ടേ ആർക്കെങ്കിലും കൊടുക്കൂ. ഇപ്പോൾ ഇത് ഞാൻ കൊണ്ടുപോയിക്കോട്ടെ. ശരി. സഹിക്കാൻ പറ്റുന്നില്ല അല്ലടാ. സഹിച്ചല്ലേ പറ്റൂ. എന്നെ ഈ അവസ്ഥയിലേക്ക് തള്ളിവിട്ടിട്ട് ഒരുത്തിയും മുറിക്കാത്ത സമാധാനം ഇരിപ്പുണ്ടല്ലോ, അവിടെ ഇന്ന് ഞാൻ അമ്മാവൻ എന്താ കാണിക്കാൻ പോകുന്നേ? ഇക്കാര്യമൊന്നും പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവില്ല. അവളെ സംബന്ധിച്ച് അവളുടെ സ്വപ്നങ്ങളൊക്കെ തല്ലി തകർത്ത വില്ലന്മാരാ നമ്മളൊക്കെ. ബഹളമൊന്നും വേണ്ട, അയൽവക്കക്കാരൊക്കെ നോക്കുന്നുണ്ട്. ഈ കുടുംബത്തിന്റെ ശാന്തതയും സന്തോഷവും പറഞ്ഞിരുന്ന അയൽക്കാർക്ക് ഇപ്പൊ പറയാനുള്ള കഥകൾ മറ്റു പലതുമാണ്. നമ്മളിനി അതിന് വഴിവെച്ചു കൊടുക്കണ്ട. അവൾ അബദ്ധം കാണിച്ചു, പക്ഷേ അവളെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. சரவணம் வாங்க. ശരവണ, എല്ലാവരും ഉണ്ടോ ഇവിടെ? രഘു സാറ് വെളിയിൽ പോയിരിക്കേ, ബാക്കി എല്ലാരും ഇരിക്കേ. ഇവര് നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികളാ. எனக்கு தெரியும் எல்லாரே. வாங்க வாங்க உள்ள உட்காரலாம். வாங்க உட்காருங்க உட்காருங்க உட்காருங்க. ഇരിക്കെ. காலையில என்ன இருக்கு அம்மா? இது யாரெல்லாம் வந்தது பாருங்க. ആഹാ, ഇരിക്കും, എല്ലാവരും ഇരിക്കും. എന്തുണ്ട് പണിക്കരെ വിശേഷം? രഘുസാറ് പുറത്തു പോയിരിക്കാണല്ലേ? രഘുവേട്ടൻ കുറച്ച് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും വിശേഷമുണ്ടോ? നല്ല ചോദ്യം. അസോസിയേഷന്റെ വാർഷികത്തിനപ്പുറത്ത് നമുക്ക് എന്ത് വിശേഷം? ഇവിടെ കല്യാണവും തിരക്കൊക്കെ ആയതുകൊണ്ട് സുജാത മേഡത്തിന് ഞങ്ങൾ ലീവ് തന്നതല്ലേ എന്ന് കരുതി അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞാ അല്പം പരിഭവം കേട്ടോ. കേട്ടോ ആന്റി,
ആന്റിക്ക് ലീവ് തന്നതിന് പകരമായി എന്നെയാ ഇവര് പല ചാർജുകളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആഹാ. ഞാൻ പെട്ടൂന്ന് പറഞ്ഞാ മതിയല്ലോ. എത്ര കാലമെന്ന് വെച്ചാ നമ്മൾ ഇങ്ങനെയല്ല ഏറ്റെടുത്ത് നടത്തുന്നത്. ആ. പിള്ളേരങ്ങ് നടത്തട്ടേന്നേ. ഞാനിന്ന് ചായ എടുക്കാം. അയ്യോ വേണ്ട, അയ്യോ, ചായ ചായയൊന്നും വേണ്ട. കുറുപ്പ് സാറിന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇപ്പൊ കുടിച്ചേ ഉള്ളൂ. അതിനുശേഷം ഇങ്ങോട്ട് ഇറങ്ങിയത്. ഇനി നടക്കില്ല. അല്ല, എന്താ ഈ നമ്മുടെ ഗസ്റ്റിന്റെ കാര്യം? ആ, അത് സാറയല്ലേ പറയേണ്ടത്. ആന്റി, ഞാൻ 3-4 പേരെ കിട്ടാൻ ശ്രമിക്കുന്നുണ്ട്. ആരും കൃത്യമായിട്ടൊരു മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രോഗ്രാമിന് സർപ്രൈസ് ആയിട്ടൊരു ഗസ്റ്റ് ഉണ്ടാവും. ആ കാര്യത്തില് മാറ്റമൊന്നുമില്ല. അതൊക്കെ സാറയുടെ തലവേദന. മേഡത്തിനോട് വേറൊരു കാര്യം സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത്.